പേടാവ് ഹണ്ടിങ് വിത്ത് പ്രോഷപ്പിൻ്റെ 2025 ആദ്യത്തെ വെട്ടിപ്പൊക്കാം വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങുന്നതിൽ തിരികെയാണ്. ഒരു മയിലിനെ വെടിവെക്കാനുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്നെ വിളിച്ചായിരുന്നു. കുറേ മയിലുകളുണ്ട്, വെടിവെക്കാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇന്ന് എന്ത് നടക്കുമെന്ന് അറിയത്തില്ല, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ രീതികളോ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഉണ്ടെന്നാണ് നമ്മൾ കിട്ടിയ വിവരം. നമ്മളോട് അങ്ങനെ ഫാർമർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇന്ന് പൂശാനുള്ള പരിപാടിയാണ്. അപ്പോൾ വാങ്ങുന്നതിൽ നിന്നും ഏകദേശം ഒരു 19 കിലോമീറ്റർ അകത്തേക്ക് കയറി കിടക്കുന്ന ഒരു കൺട്രി സൈഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്കിന്ന് മയിലിനെ അങ്ങോട്ട് പൂശാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ഇതൊരു നല്ല തുടക്കമായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം തന്നെ മയിലാകുമ്പോഴേ ഒരു ഉഷാറ് വരും കാര്യങ്ങൾക്ക്. അപ്പോൾ തന്നെ മയിലിനെ അടിച്ച് മാട്ടക്കറ്റാം നമുക്ക്. ഇന്ന് നമ്മുടെ കൂടെ ഹണ്ടിങ്ങിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായമുണ്ട്. അഭിപ്രായമാണ് ഇന്ന് പുതിയ ക്യാമറ കേട്ടോ. അഭിപ്രായത്തിൻ്റെ പുതിയ പരിപാടികളുണ്ടെന്നാണ് കേട്ടെ. പുതിയ ക്യാമറ പണി പഠിച്ച് വരുന്നുള്ളൂ. അതെ. പിന്നെ നമ്മുടെ ആൽബിനുണ്ട്. ആൽബിനാണ് ഫസ്റ്റ് ടൈം ഹണ്ടിങ്ങിന് വന്നല്ലേ. എങ്ങനെ ഇന്ന് പൊളിക്കണമല്ലേ നമുക്ക്? ഇസ്രായേലായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് നേരെ വിട്ടേക്കാം. ജസ്റ്റ് ഒരു ബ്രേക്കിനോട് നിർത്തിയതാണേ. ഇനി നേരെ നമുക്ക് നമ്മുടെ സ്ഥലത്ത് ചെന്നിട്ട് മയിലിനെ പിടിച്ചിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങുന്നതിൽ എത്തി. നമ്മൾ അവിടെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ചെന്ന് കഴിയുമ്പോഴേ നമ്മുടെ റൈഫിളൊന്ന് ചെക്ക് ചെയ്യാൻ വേണം നമുക്ക്. കാരണം നമ്മൾ സ്ഥിരം വെടിവെക്കുന്ന നമ്മുടെ ബുള്ളറ്റ് കിട്ടിയിട്ടില്ലേ, വേറെ ബുള്ളറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ വ്യത്യാസം കാണും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മറ്റു സമയം കിട്ടുവാണെങ്കിൽ റൈഫിളൊന്ന് ട്യൂൺ ചെയ്തിട്ട് വേണം നമുക്ക് പൂശാൻ കേട്ടോ. പിന്നെ ഒന്നല്ല ലോഡ് മയിലിനെ കിട്ടണമെന്ന് ആഗ്രഹം. കിട്ടുമായിരിക്കും അല്ലേ? ഇന്ന് കിട്ടിയില്ലേ നമുക്ക് രക്ഷപ്പെട്ടു. ഇവന്റെ തല വെച്ചാൽ മതി. നമ്മളെ നാട്ടിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഈ കിട്ടിയില്ലേ ഇവന്റെ തല വെച്ചാൽ മതി. നമ്മള് രക്ഷപ്പെട്ടു. അതെ, അയ്യോ കൂടുതൽ കിട്ടിയ ഇവൻ രക്ഷപ്പെട്ടു. പിന്നെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്റെ പേര് മാറ്റി ശുക്രൻ എന്നാക്കുക. അപ്പോൾ എൻ്റെ പൊന്നടാവേ, നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ഞങ്ങൾക്കൊന്ന് ഹണ്ടിങ്ങിന് വരാൻ പറ്റുമോ, ഞങ്ങൾക്ക് നായാട്ട് ചെയ്യാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി നായാട്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ കൊണ്ട് നായാട്ട് നടത്തിച്ചിരിക്കും. നമ്മൾ ആഫ്രിക്കയിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഫ്രിക്കൻ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹണ്ടിങ് മാത്രമല്ല, ഹണ്ടിങ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, സഫാരി ഉണ്ട്. ഭയങ്കര സംഭവം ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. കാരണം നമ്മുടെ കൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് എന്റർടൈൻമെന്റ് ആയിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിലും നമ്മൾ ഹണ്ടിങ്ങിന്റെ അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് നിലവിൽ ആഫ്രിക്കയിലാണ് നമ്മുടെ ഒരു 7 days ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ഹണ്ടിങ് ആയിരിക്കും. അൾട്ടിമേറ്റ് ഹണ്ടിങ് സഫാരിയുടെ കൂടെ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ, ആഫ്രിക്കൻ ട്രിപ്പിനെ പറ്റിയും അതോടൊപ്പം നമ്മുടെ ന്യൂസിലാൻഡ് ട്രിപ്പിനെ പറ്റിയും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെടുക. അല്ലാത്തവരാണെങ്കിൽ ഇമെയിൽ അയക്കുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. നമ്മളെല്ലാവരും കൂടെ പോയി ഹണ്ടിങ്ങും ടെണ്ണമ്മലൊക്കെ അടിച്ച് തകർക്കും കേട്ടോ. അപ്പോൾ ഓക്കെ. ഇതോടെ ഭയങ്കര ഡ്രൈ ആണ് ലാൻഡ് മൊത്തം. കാരണം ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയായിട്ട് ഇവിടെ ഒരു തുള്ളി പോലും മഴയില്ലെന്ന് പറഞ്ഞത്. ഞാൻ നമ്മുടെ ഫാർമർ അപ്പച്ചനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞത് ഭയങ്കര പാടാണ്. ഒരു റെയിൻ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടണം, അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ ഏകദേശം പുള്ളിയുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടോ. നല്ല ഇവിടെ കണ്ടിട്ടൊക്കെ മയിലുള്ള പോലത്തെ ഒരു സ്ഥലം. നമ്മളിത്തിരി ആശങ്കയിലായി. ഫ്ലാറ്റ് ലാൻഡ് ആയിരുന്നു, എവിടെ മരം മയില്. ഇപ്പോഴാണ് ഇതുപോലത്താണെങ്കിൽ ഇച്ചിരി ഒരു നല്ല പൊക്കമുള്ള മരം കണ്ടത്. അപ്പോൾ ഗേസ്, നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ അപ്പച്ചൻ്റെ അടുത്ത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഞങ്ങളിവിടെ വന്ന് ആദ്യമായിട്ട് വന്ന ആൾ. നാട്ടുകാർ നമ്മളൊരു ആൽബം ഒന്നുണ്ടല്ലോ, അതുകൊണ്ടായിരുന്നു പുള്ളിക്ക്. നമ്മളിവിടെ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. നല്ലൊരു രസമുള്ള വീടാണ്, നല്ല ഫുഡൊക്കെ വെച്ച് ചെയ്തേക്കണേ. അപ്പോൾ ഇവർ ഫരിയും ഭർത്താവും കൂടി ഇവിടെ താമസിക്കുന്നതാണ്. അടിപൊളി സെറ്റപ്പ്. നമ്മളെ കൊണ്ടേ കാണിച്ചു തരാം. എന്നോട് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഇതിനെല്ലാത്തിനും ഒന്ന് തീർക്കണമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് പുള്ളിയോട് തന്നെ ചോദിക്കാം, നമ്മൾ എന്തുകൊണ്ടാണ് ഈ സാധനത്തെ വെടി വെക്കുന്നതെന്നുള്ളത് കേട്ടോ. The reason I want you up here to shoot the peacocks is that they're a pest to us. We find them quite a dirty bird. Like they eat, I've seen them eat dead sheep. You know? Yeah. And they eat a lot of grass. They eat a lot of grass. A lot of grass, yeah. So and they're just a real pest to us. Yeah. Big so problem. They're a beautiful looking bird, but they're just a real pest. So we just want someone to come up and shoot them all. Get them all. No, so yeah, that's the reason. Yeah, come and kill them all. Yes, yeah. We will go for a day.
That's the one. അപ്പോൾ നമ്മളിവിടെ വന്ന് പുല്ലേട്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വീടൊന്ന് എടുത്താൽ കൊള്ളാതെ എനിക്കൊരു ആഗ്രഹം. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൗസായത്. ഇതിൻ്റെ അകത്ത് 1970 പണിതാന്ന് പറഞ്ഞു ഈ വീട്. ഫാമിൻ്റെ മാനേജർമാർ താമസിക്കുന്ന ഒരു സെറ്റപ്പായത്. നമുക്ക് അകത്ത് ഇരുന്ന് കാണാം. അത് കയറുമ്പോൾ തന്നെ നമ്മുടെ ഒരു സൂപ്പർ ടേബിളാണ്, ഒരു അടിപൊളി ടേബിൾ. ഇത് ഇവിടെ നല്ല ഫിഷിങ്ങിൻ്റെ ഒക്കെ സെറ്റപ്പ് ഇരിക്കുന്നുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ. ഗുഡ്. നമ്മുടെ ഇവിടെ അമ്മച്ചി കേട്ടോ, ഇതിൻ്റെ ഫിഷിങ് തൂക്ക് ചേട്ടനുണ്ടോ? പഴയ തൂക്ക് സെറ്റപ്പ് ക്ലബ് ഹൗസാണ്, മറ്റേ റൈഫിൾ ക്ലബിൻ്റെ വീടാന്ന് തോന്നുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വുഡ് കൊണ്ട് തന്നെ പണിതൊരു വീടാണ്. അവിടെ ചെറിയൊരു കിച്ചൺ, അതൊക്കെ എന്നെ നീറ്റാന്ന് നോക്കി, എന്ത് നല്ല മനോഹരമായി. എവിടെ തിരിഞ്ഞാലും നോക്കുന്നേ നിൽക്കുന്നത്. ഇവിടെ ഇത് റൈഫിൾ ക്ലബിന് മറ്റേ വീട് ക്ലബ്ബാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ചെറിയ പുള്ളി കള്ളായിട്ട് നിർത്തി. ഇവിടെ ചെറിയൊരു ഓഫീസും സെറ്റപ്പൊക്കെ. ഇവിടെ നമുക്ക് ഒരു മിനിറ്റ് ഇതാന്ന് തോന്നുന്നു. ഇവിടുത്തെ വർക്കിംഗ് ടേബിളും സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട് കേട്ടോ. ചെറുതെന്നൊക്കെ പറഞ്ഞ് ചെറുതല്ല, നല്ല ഹൈറ്റുള്ള നല്ലൊരു ഹോള്, ടി വി സെറ്റപ്പൊക്കെ. പുറത്തൊരു സ്പാ. അവിടെ കുറേ ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ, കോഴിയും പിന്നെ കുറേ പട്ടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പട്ടി പുള്ളിയെല്ലാം കൊടുത്തെന്നാണ് പറഞ്ഞത് അല്ലേ? അല്ല, ഒരു പട്ടിയെ വിറ്റു. പിന്നെ അതെ നേരെ മേളിലേക്ക് സെറ്റപ്പ്. അപ്പൊ ചേട്ടാ എനിക്കൊന്ന് താഴെ മേളിലാന്ന് തോന്നുന്നു ഇവരുടെ ബെഡ്റൂം ഒക്കെ അല്ലേ? ബെഡ്റൂം. അയ്യോ ഇടിയിലെ മുറി കേട്ടോ, അന്യായ മുറി കേട്ടോ. നല്ലൊരു എല്ലാം തടി കൊണ്ട് പഠിക്കുന്നത് നല്ല ഫിനിഷിങ് കേട്ടോ. ഇത് ഇങ്ങോട്ട് കിടക്കാൻ നേരത്തെ ഇവിടെ ഒരു ഇവിടെ ടോയ്ലറ്റ്, ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ വേറെ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാട്ടോ മാസ്റ്റർ ബെഡ്റൂം. കിടിലം കേട്ടോ. സെറ്റപ്പ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അന്യ സെറ്റപ്പ്. അപ്പൊ നേരെ എന്തായാലും നമുക്ക് താഴെ പോയിട്ട് വീടിന്റെ പിന്നെ പ്രോപ്പർട്ടി നമ്മളെ പുള്ളി പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. എന്നോട് പ്രാവിനെ വിടുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാവല്ല, ഇപ്പൊ ഏതൊരു ഏത് സ്ഥലത്ത് കിട്ടിയാലും വവ്വാലിനെ കിട്ടിയാലും വിടുവെക്കുന്ന അവസ്ഥ. കൈ ധരിച്ച് നിൽക്കുക. നമുക്ക് പ്രാവിനടിക്കണം, പ്രാവ് ഫ്രൈ, രാത്രി പ്രാവ് ഫ്രൈ ആവർത്തി കൂട്ടി ഒരു ഞെരിഞ്ഞിരിക്കും. സംഭവം റെഡിയല്ലേ? സെറ്റാണ്. നമ്മളൊക്കെ എല്ലാം മാപ്പ് സംഭവം തന്നിട്ട് ഇത്രയും വലിയ മൊത്തം നമ്മുടെ ഫാമിന്റെ മാപ്പാ പുള്ളി തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് പോയി ഇപ്പൊ പുള്ളിക്കാരൻ കാണിക്കാന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന്. എന്നിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് കാണിക്കും. പിന്നെ രാത്രി പഠിക്കാന്ന് പറഞ്ഞത്. ഒരു പട്ടിയുണ്ട് കേട്ടോ, കടിയത്തിരെന്ന് പറഞ്ഞേ. ഇതിൻ്റെ അടുത്ത് മൊത്തം രാത്രി പ്രാവ് വന്നിരിക്കുന്ന പുള്ളി പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ പ്രാവിൻ്റെ രണ്ടെണ്ണത്തെ അടിക്കാം. പക്ഷെ സ്ലഗണ്ണ് വെച്ച് അടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഇതിന് ഷീറ്റിന് ഓട്ട വീഴും. ഈ ഇരിക്കുന്നതെല്ലാം ഉണ്ടല്ലോ ഹേ എടുത്ത് വെച്ചേക്കണം. അതായത് ഈ വിൻ്ററിൻ്റെ സമയത്ത് പശുക്കൾക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ കച്ചി എടുത്ത് വയ്ക്കില്ലേ, അതുപോലെ സേവ് ചെയ്തേക്കണം കേട്ടോ. ഇവിടുത്തെ എല്ലാം പെർഫെക്റ്റ് ആണല്ലോ. ഹൺവേസ് ഡോഗ്സ്. അതെ അതെ, എല്ലാം ഫാം ഡോഗ്സാ. അത് സ്പെഷ്യലി ഫാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡോഗാണ്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പുള്ളി പറഞ്ഞ എൻ്റെ ടൂൾസാണെന്ന് പറഞ്ഞു ഇതെല്ലാം. നമ്മൾ ഫാമിൻ്റെ അതുപോലെ ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റൈലൊക്കെ മാറി, ലാൻഡ്സ്കേപ്പ് മൊത്തത്തിലൊക്കെ മാറി. ചെറിയൊരു ബുഷും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എവിടെയൊക്കെ സ്ഥലങ്ങൾ കാണും, ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. കോൺക്രീറ്റ് റോഡാട്ടോ, അതിന്റെ മണ്ടക്കൂടെ ചാണകം കോൺക്രീറ്റ് എന്നാ പറഞ്ഞത് താഴെ. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പയ്യെ ചാണകം ഉള്ളതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്നാ പറഞ്ഞത്. ചെറിയ സ്ലിപ്പ് വരും. നല്ല അന്യായ മണം കേട്ടോ. ബയോഗ്യാസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതിന് പറ്റിയ സാധനമാണെന്ന് തോന്നുന്നു. ഞാനും നമ്മുടെ ആൽവിൻ ചേട്ടനും കൂടെ ഈ വണ്ടിയെ പോകുന്നു, പാപ്പൻ ചേട്ടായും അപ്പച്ചനും കൂടെ ആ വണ്ടിയെ പോകും കേട്ടോ. എന്ത് വന്ന വഴിക്ക് തന്നെ പീക്കോക്കിൻ്റെ അയ്യര് കളി ഇതേ കയറി പോകുന്നു, ഇഷ്ടം പിടി. അപ്പോൾ ഇതിൻ്റെ അകത്താണ് രാത്രി റൂസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അബ്ബുരാജ് ഇന്ന് ഇവിടെ ഒരു ലോഡ് വീഴും. സൂപ്പർ സാധനം. പുള്ളി പറഞ്ഞ് ഇഷ്ടംപടി ഉണ്ടെന്ന് പറയുന്നത്. പ്ലെൻറ്റി ആണോടെ. അപ്പം നമ്മളിത് ഏറ്റവും മേളിലെത്തി കേട്ടോ. പക്ഷേ ആണെങ്കിൽ ഇത് വഴിയൊന്നും ഇല്ല. ടോപ്പ് ഹില്ലിലോട്ട് അപ്പച്ചനൊക്കെയാണെങ്കിൽ എങ്ങനെയൊക്കെ ഇടിച്ച് കയറിക്കൊണ്ട് പോകുന്നത്. പക്ഷേ നമുക്ക് അപ്പച്ചൻ്റെ പുറകെ വിട്ട് പിടിക്കുക. ടോപ്പ് ഹില്ലാണ്, നമുക്ക് ആകാശം തൊടാം. അത്രയും മണ്ടനാണ് നമ്മളിപ്പോൾ. പുള്ളി പറയുന്നതാണ് ഇതിൻ്റെ അപ്പുറം ഡിയറൊക്കെ ഉണ്ടെന്ന് പറയും, കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അപ്പച്ചൻ ഈ ഫാമിൻ്റെ ഏരിയാസും അവരുടെ ബൗണ്ടറി എല്ലാം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. നമുക്ക് സംഭവം എല്ലാം മനസ്സിലായ സാധനങ്ങൾ എവിടെ ഉള്ളതെന്ന്. ഇനി നമ്മൾ രാത്രി വന്നിട്ട് നമുക്ക് തെർമൽ ഇമേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രിയിൽ ഇത് പുള്ളി നമുക്ക് തന്നാ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് എവിടെയാണെങ്കിലും മൃഗങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമുക്ക് രാത്രിയിൽ പൂശാം. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോയി തോക്കൊന്ന് ചെക്ക് ചെയ്യണം. അതോടൊപ്പം എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാം. രാത്രിയിലെല്ലാം നമ്മുടെ പരി രാത്രിയിലെ വേട്ട കേട്ടോ, അതായത് രസം. ലൈറ്റൊക്കെ അടിച്ച് തകർക്കും നമ്മൾ.
അപ്പം നമ്മളത് വണ്ടി അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് പുള്ളിക്കാരൻ അടുത്ത ഫാം ഒന്ന് കാണിക്കാനായിട്ട് പുള്ളിക്കാരൻ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഞാനും നമ്മുടെ ആൽവിൻ ചേട്ടയുടെ വണ്ടിക്ക് അത് കയറി പുറകെ ഇരിക്കുക കേട്ടോ. ഓ ഭംഗിയായ വ്യൂ കേട്ടോ. സെറ്റ് ഏരിയ പിടിച്ചിരുന്നിട്ട് താഴെ പോകും കേട്ടോ. ഇത് അപ്പം നമ്മൾ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം ആണെങ്കിൽ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ മൊത്തം ഫുള്ള് മല. ഓഹ് നമ്മളവിടെ 2 മൈലിനെ കണ്ടു കേട്ടോ. പീലിയുള്ള മൈല. ഒരെണ്ണം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇത് പുതിയ ഡെക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി ഇവർ പണിയുന്ന ഒരു പുതിയ ഹൈഡ് ഔട്ടാണ്. അടിപൊളി സ്ഥലമാണ്. ലേക്കിന് തീർത്ത് ബോട്ടുണ്ട്. വെടി വെച്ചിട്ട് ഞാൻ ബോട്ടെ പോയി എടുക്കാം. പട്ടി ഉണ്ടെങ്കിൽ പട്ടിക്ക് പോയി എടുക്കാം. ഇവിടെ വൈകിട്ടാകുമ്പത്തേന് നല്ല തണുപ്പായി കേട്ടോ. ഇനിയിപ്പം തെർമലൊക്കെ വലിച്ച് കയറ്റിയില്ലേ രാത്രി കാറ്റിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ തോക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ സ്റ്റാപ്ലറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് സൈറ്റിങ് ചെയ്യുന്ന പേപ്പറല്ലേ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പോകാം, കാരണം പുതിയ ബുള്ളറ്റ് ആയതുകൊണ്ട്. ബോട്ടിലത് നമ്മളിത് ഹണ്ടിങ്ങിന് പോകുന്നതിന് മുമ്പാവും നമ്മുടെ ഒരു ഫീഡുണ്ട്, മാസീവ് ഫീഡ്. ഇത് രാജ് ഇവിടെ ഒന്ന് സ്റ്റേക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടി കാണുന്ന സെറ്റപ്പ് ആട്ടോ. ഈ 2 സോൾട്ടും പേപ്പറിൻ്റെ ഇടുന്ന ഇലക്ട്രിക്സ് ആണ്. നിൽക്കിയാൽ മതി അല്ലേ? വിത്ത് ലൈറ്റ്. ഓ വിത്ത് ലൈറ്റ് ബ്യൂട്ടിഫുള്ളേ. നമ്മുടെ പുതിയ അപ്രൻറ്റീസ് ട്രെയിനിങ് കൊണ്ട് കാപ്പി ഉണ്ടാക്കിക്കും കേട്ടോ. പുതിയ ട്രെയിനിങ്. എനിക്ക് പാലും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് കോഫി നോ ഷുഗർ ഉണ്ടോ. പുള്ളി ഇവിടെ വന്നു നാട്ടുകാരുടെ സ്നേഹം എന്ന് നോക്കി. ആദ്യമായിട്ട് ഞാനും പുള്ളി കൂടെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞാനും അപ്പച്ചനും കൂടെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പക്ഷേ നമ്മളെ ഭയങ്കര വെൽക്കമിങ് ആണ്. നിങ്ങളോട് മേക്സ് യുവർ സെൽഫ് ഹോം എന്നാണ് പറഞ്ഞത്. എന്നെ നോക്കി ചെയ്തോളാന്ന് പറഞ്ഞത്. നല്ല നാടൻ മുട്ടയും നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റേക്ക് അടിച്ച് മുട്ട അടിച്ചിട്ട് ഫ്രീ റേഞ്ച് നമ്മൾ നേരെ കാട്ടിലേക്ക് കയറുക. തൽക്കാലം ബ്രാൻഡി ഇല്ല. ചീസ്. അപ്പോൾ നമ്മൾ ഹണ്ടിങ്ങിന് പോകുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. പിന്നെ നമ്മുടെ തെർമൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചൂടുള്ള സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. അതായത് ഇതിൽ കൂടെ നോക്കാൻ നേരത്തെ അപ്പോൾ മൃഗങ്ങളൊക്കെ പക്ഷികൾ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ലൈറ്റ് കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ട്. എല്ലാം കെട്ടി രാത്രിയിൽ ഹണ്ടിങ് പോരെ. രസമല്ലേ? ആദ്യമായിട്ടാണ് നമ്മൾ രാത്രിയിൽ ഹണ്ടിങ് ഷൂട്ട് ചെയ്തത്. പോരെ, നിങ്ങളും പോരെ. അപ്പോൾ ഗായ്സ് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഘോരമായിട്ട് ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ ചെറിയ ടോർച്ചിൻ്റെ വെട്ടത്തിൽ നമുക്ക് പോയിട്ട് മൈലിനടിക്കാന്നാണ് നമ്മൾ പ്രതീക്ഷയില്ല പോകുന്നത്. നമ്മൾ അപ്പച്ചൻ പറഞ്ഞ ആ സ്പോട്ടിലേക്ക് തന്നെ പോവാം. എടാ എല്ലാം പവറില്ല എല്ലാവരും. എല്ലാവരും അകത്തും പവർ പ്രാർത്ഥനയുടെ ബാക്കിലാണോ. രാത്രി ആയതുകൊണ്ട് ആദ്യമായിട്ടാണെങ്കിൽ ഈ വഴി ഇവിടെ പരിചയമില്ലാത്തതുകൊണ്ടേ ചെറിയൊരു അല്ലേ എത്തും നമ്മുടെ ക്രിസ്തപ്പത്തിന്റെ സ്ഥലം നമുക്ക് ഭയമില്ല. കാരണം ആ വഴി നമുക്ക് ഏത് പാതിരാത്രി നമുക്കറിയാം. നമുക്കാണെങ്കിൽ സ്ഥലം പുതിയ സ്ഥലമായതുകൊണ്ട് അതെ പുതിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് ചെറിയൊരു പരിചയക്കുറവുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ കേസ് നമ്മളെത്തി. നന്നായിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ പ്രതീക്ഷയിൽ ഇത്ര തണുപ്പാണെന്ന്. പക്ഷെ തെർമൽ വൈസറുണ്ട്. നോക്കട്ടെ, ഇത് വെച്ച് നോക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചതാണെങ്കിൽ ഈ കാണുന്ന ഒരു ഏരിയ നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഒരു ഏരിയ കുറേ പൈൻ ട്രീസ് ഉണ്ട്. ഈ പൈൻ ട്രീസിൻ്റെ അകത്തൊക്കെ കയറിയിരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ രാവിലെ ഇന്നലെ കണ്ടത് ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് വേണം നമുക്ക് നോക്കാൻ. അതുപോലെ ഇലക്ട്രിക് ഫെൻസാണ്. ഉള്ളു കൊണ്ട് ഞഴങ്ങി കയറണമെന്ന് പറഞ്ഞു. എല്ലാം അടിച്ചിരിക്കും. അല്ല കറണ്ടാ അതിലെ പാൻ്റൊക്കെ സൂക്ഷിക്കണം. പുള്ളിക്കൊക്കെ കറണ്ടടിച്ചിരിക്കും. ഗൈസ് ഈ പോകുന്നത് ഇലക്ട്രിക് ഫെൻസ് ആട്ടോ. അപ്പോൾ നമ്മൾ എങ്ങാനും മുട്ടിക്കഴിഞ്ഞാൽ കറണ്ടടിക്കും. റിയലി അമേസിങ്. അമേസിങ് നമ്മുടെ അമേസിങ് എന്നാണ് ഇപ്പോൾ അമേസിങ് നടുക്ക വന്നേക്കുക. ഇവിടെ നിന്ന് കാണുന്ന തെർമൽ വെച്ച് നോക്കി കാണാനായിട്ട് ഈ കാണുന്ന പൈൻട്രീസിൻ്റെ അകത്ത് നോക്കണം. നമ്മൾ ഒരു പീരിയുള്ള വയലിൽ കാണുക കേട്ടോ. എത്തി
ഓർമ്മ വേണ്ടുണ്ടോ കേട്ടോ? ആ അതെടുക്കാം. ഇതായിരിക്കും നേരത്തെ അപ്പോൾ ഇതിൻ്റെ വെക്കുന്നത്. വീണ് അടിച്ചൊക്കെ ആയിരിക്കുന്ന കേട്ടോ നമ്മുടെ മയിൽ. ഈ പ്രദേശത്തൊക്കെ എല്ലായിടത്തും ഉണ്ട്. പൊട്ടിച്ചോ? വെള്ളത്തിൽ പോളൂ. താഴത്തോട്ട് പോയി വാമോ. ഈ പ്രദേശത്തുണ്ട് കേട്ടോ എല്ലാം. യെസ് ഉണ്ട്. ഈ മയിൽ അപ്പോൾ നമ്മൾ ഒരെണ്ണം വെടി വെച്ച് താഴത്തോട്ട് വീണിട്ടുണ്ട്. പക്ഷെ അത് ചത്തില്ല കേട്ടോ. അത് ചാത്തോണ്ടേ ഷോട്ട് കൂടെ കൊടുത്തിട്ട് പോയല്ലോ. ആ വീട് 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 വീട്. ഓ നല്ല സെറ്റപ്പ്. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അത്യാവശ്യം വീലുണ്ടല്ലേ. തീർപ്പ് ഒന്നല്ലേ ചത്തല്ലേ? അപ്പോൾ ഗെയ്സ് നമ്മുടെ ഹണ്ട് തുടക്കം സക്സസ്ഫുള്ളായി. നമ്മളൊരു എനിക്ക് തോന്നുന്നു എത്രയാണത്തെ വീണ്ടും മുകളിലേക്ക് ഇരുതുകൊണ്ട് കഴുത്ത് മുകളിലേക്ക് വെച്ച് കൈപ്പിടിച്ചടിക്കണ്ടേ. സാധനങ്ങൾ കുറേ വീണിട്ടുണ്ട്. ഇനി എല്ലാം പറക്കി കൂട്ടണം. ഇനി ഇത് പറക്കി കൂട്ടിയിട്ട് വീണ്ടും അടിക്കണം. ഇല്ല രണ്ടെണ്ണത്തിന് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പുറം ഉണ്ട്. പിന്നെ ആരെയും പിടിച്ചു വെട്ടടിച്ചില്ല വെട്ടടിച്ചില്ല. കടലിൽ കൊടുക്കാൻ ഓർമ്മ ഇതാ ഓർമ്മ അതല്ലേ. നമ്മൾ പിടിച്ചതിലാണെങ്കിൽ ഉള്ളത് നല്ലൊരു സാധനം കേട്ടോ. വെട്ടത്തിലാണല്ലോ നല്ലതല്ലേ. നല്ല പിരി. പിന്നെ പിരി പോയി പോയി വരുവാണ്. അതെ ചാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വെടി വെച്ചതിൽ 3 എണ്ണം വെള്ളത്തിൽ വരും അടിയായിരുന്നു കേട്ടോ. കണ്ടോ കീഴ്മേന്ന കയറിയേക്കണം. അടിനാവി കൂട്ടിയ സാധനം വിടാക്കണം കേട്ടോ. അത് പണിയുണ്ട്. അങ്ങോട്ട് വിളിച്ചേ. വെള്ളത്തിന് ഉടുമ്പോണുണ്ടോ ബ്രേക്കിലോ? അങ്ങോട്ട് വിളിച്ചേ. ഒരെണ്ണം കിടപ്പുണ്ട്. അവിടെ കിടപ്പുണ്ട്. എവിടെ ഇറങ്ങണം? ഇങ്ങോട്ട് കാണിച്ച്. ഇവിടെ കാണോ കുഴപ്പമില്ല. ഇല്ല അത് നമ്മളെടുത്ത് തപ്പിയെടുത്തു. സൂക്ഷിച്ച് പോയാൽ മതി കേട്ടോ. കമ്പ് കമ്പ് ഇതാണ് യഥാർത്ഥത്തിൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മളോട് അപ്പച്ചൻ പറഞ്ഞത് നീ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇവിടുത്തെ പീക്കോക്കിനെ മൊത്തം വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ഈ മയിലിനെ മൊത്തം നീ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത റോർ സീസണിൽ നീ ഇവിടുന്ന് 2 സ്റ്റാഗിനെ അടിച്ചോളാന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ കൂലി എന്ന് പറയുന്നത് 2 ബിഗ് റെഡ് ഡിയറിനെ നമുക്ക് ഇവിടുന്ന് അടിക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ മയിലുകളെ നമ്മൾ അടിച്ചു തീർക്കണം. ഇന്ന് രാത്രിയിൽ മാക്സിമം പറ്റുന്ന അടിക്കണം. ഇത്ര അടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളൂ പിന്നെ വേറെ സ്പോട്ടിലുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ നോക്കാം. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ചോദിച്ചാൽ ഇവിടെ തന്നെയാണോ വെറുതെ വീണേ?
ആ അതെ ഒത്തിരി ദൂരം മറ്റേ അവിടെ തന്നെയല്ലേ വീണ അവിടെ നമുക്ക് ആ കിട്ടിയത് കിട്ടി കേട്ടോ. ആ താഴെ പോയത് കിട്ടി വേണ്ട വരുന്നത്. ഇതല്ലേ നീ കിട്ടി ഓർണം കൂടെ ഉണ്ട്. അവിടെ താഴോട്ട് പോയി. താഴെയാണോ ഉറപ്പാണോ? എൻ്റെ വിശ്വാസം അവിടെ നമ്മൾ മറ്റേ ഓർണത്തെ പിടിച്ചാൽ തൊട്ട് താഴെ വീഴുന്നവരെ തോന്നിയത്. ഇല്ല ചത്തില്ല. അവിടെ ഇത് കണ്ടോ നമ്മുടെ ഹണ്ടിൻ്റെ അതിൻ്റെ പൈപ്പ് രാത്രി 1 മണിയായി. ഞങ്ങൾ ഈ കാട്ടിലൊരു എനിക്ക് തോന്നുന്ന ഒരു 10 മണിയായപ്പോൾ കയറിയതാണ്. ഇതിൻ്റെ അകത്തോട് നടന്ന് വെടിവെച്ചാൽ റിക്കവർ ചെയ്യാനാണ് ഭയങ്കര പാട്. കാരണം ഇത് പുറക്കാട്ടി വന്നിരിക്കുവാണ്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 12 എണ്ണത്തെ കിട്ടിയിട്ടുണ്ട്. പീല് പൊഴിയുന്ന സമയം കണ്ടോ, ചെറിയ പീലിയൊക്കെ ഉള്ളൂ. ഇപ്പോൾ വലിയ പീലിയെല്ലാം പൊഴിഞ്ഞു പോയി. പക്ഷെ ഞങ്ങൾ 1-2 എണ്ണത്തെ കണ്ടായിരുന്നു. അത് വേറെ ഏരിയയിൽ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വെടിവെക്കാം. അടുത്ത പ്രാവശ്യം നമ്മളൊരു ക്യാമ്പിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെടിവെക്കാം 2 ദിവസം താമസിച്ച്. അപ്പം തൽക്കാലം നമ്മുടെ ഈ നായാട്ട് നിങ്ങൾ ആസ്വദിക്കുക. ഇനി മയിലുമായിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വെട്ടിക്കെട്ട് കുക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം ഒരു കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യുക. ഏതായാലും ഞങ്ങളേതായാലും ഈ കൂട്ടം കിടക്കുന്ന കേട്ടം കണ്ട് ഈ കൂട്ടം മയിലുകളുമായിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുക. ഇനി ഈ കാട്ടിൽ നിന്ന് കുറേ ദൂരം നടക്കാറുണ്ട്. നടന്നു കഴിഞ്ഞ് ഇതിൻ്റെ വയർ ക്ലീൻ ചെയ്തിട്ട് വേണം. നമുക്ക് 2.5 മണിക്കൂർ രാത്രി ഡ്രൈവ് ഉണ്ട്. വെളുപ്പിന് 5 മണിക്കാരും വീട്ടിൽ ചെല്ലായിരിക്കും. അല്ലാതെ പേരെ പിന്നെ അപ്പം നിങ്ങൾ പോലെ നമ്മുടെ കൂടെ അടുത്തത് മയിൽ ബിരിയാണി കേട്ടോ. ലോകത്തിൽ ആദ്യമായിട്ട് മയിൽ ബിരിയാണി.